16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം വിലക്കിയ ആദ്യ രാജ്യമാണ് ഓസ്ട്രേലിയ. സൈബർ ഭീഷണി, ദോഷകരമായ ഉള്ളടക്കം, ഓൺലൈൻ ചൂഷണം എന്നിവയിൽ നിന്ന് കൗമാരക്കാരെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ നിയമത്തിന്റെ ഉദ്ദേശ്യം. എന്നാൽ 8 മാസങ്ങൾ പിന്നിടുമ്പോൾ കാര്യങ്ങൾ അത്ര ആശാവഹമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പതിനാറ് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്തിയ ഓസ്ട്രേലിയയുടെ നീക്കം അത്ര കണ്ട് ഫലം കണ്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ ഓൺലൈൻ സേഫ്റ്റി റെഗുലേറ്ററിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആ പ്രായത്തിലുള്ള 10 കുട്ടികളിൽ 8 പേരും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 2025 ഡിസംബറിൽ നിരോധനം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് 10നും 15നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ ഏകദേശം 86% പേരെങ്കിലും പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമെങ്കിലും ഉപയോഗിച്ചിരുന്നു. നിരോധനത്തിന് 3 മാസത്തിന് ശേഷമുള്ള കണക്ക് പരിശോധിച്ചാൽ ആ കണക്കിലുണ്ടായിരിക്കുന്നത് നേരിയ കുറവ് മാത്രമാണ് എന്ന് കാണാൻ സാധിക്കും. കൃത്യമാക്കിയാൽ 81%. നിരോധനത്തിന് മുൻപ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്ന മിക്ക കുട്ടികൾക്കും അവ ഉപയോഗിക്കുന്നത് തുടരാനോ പുതിയവ സൃഷ്ടിക്കാനോ കഴിഞ്ഞുവെന്നാണ് ഓസ്ട്രേലിയയിലെ ഓൺലൈൻ സേഫ്റ്റി റെഗുലേറ്റർ കണ്ടെത്തിയിരിക്കുന്നത്. ഉപയോക്താക്കളുടെ പ്രായം കൃത്യമായി പരിശോധിക്കുന്നതിൽ പ്ലാറ്റ്ഫോമുകൾ പരാജയപ്പെട്ടു എന്നതാണ് അതിനവർ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. സർവേയിൽ പങ്കെടുത്ത കുട്ടികളിൽ പകുതിയോളം പേരും പറഞ്ഞത് അവരുടെ പ്രായം ഒരിക്കലും പരിശോധിച്ചിട്ടില്ല എന്നതാണ്. ഓൺലൈൻ അധിക്ഷേപങ്ങൾ, സൈബർ ബുള്ളിയിങ് എന്നിവയിൽ നിന്നെല്ലാം കൗമാരക്കാരെ സംരക്ഷിക്കുക എന്നതായിരുന്നു നിയമത്തിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ്യം. നിയമപ്രകാരം 16 വയസ്സിന് താഴെയുള്ള ഉപയോക്താക്കളെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാൻ ന്യായമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ 185 കോടി രൂപ വരെ പിഴ ചുമത്താൻ വ്യവസ്ഥയുണ്ടായിരുന്നു ഈ നിയമത്തിൽ. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, റെഡിറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളെ ആയിരുന്നു നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അത് നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതാണ്. സാങ്കേതിക വൈദഗ്ധ്യമുള്ള കൗമാരക്കാർക്ക് തെറ്റായ ജനനതീയതി നൽകുന്നതിലൂടെയോ VPNകൾ ഉപയോഗിക്കുന്നതിലൂടെയോ ഒക്കെ നിയന്ത്രണങ്ങൾ മറികടക്കാൻ കഴിയുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ ആശങ്കകളിൽ പലതും യാഥാർത്ഥ്യമായി എന്നതാണ് ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം കൈവരിക്കുന്നുണ്ട് എന്നാണ് ഓസ്ട്രേലിയൻ സർക്കാർ തറപ്പിച്ചു പറയുന്നത്. പൂർണ്ണമായി നിരോധനം ഏർപ്പെടുത്തണമെന്ന് സർക്കാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചില ആളുകൾ നിയമങ്ങൾ ലംഘിച്ചാലും അതൊരു പ്രധാന സാമൂഹിക മാനദണ്ഡമായി തുടരും എന്നാണ് അവരുടെ വാദം. മാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത ഉപയോക്താക്കളുടെ ദശലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ ഇതിനകം നീക്കം ചെയ്തിട്ടുണ്ട് എന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകമെമ്പാടും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്ന ഒന്നാണ് ഓസ്ട്രേലിയയുടെ ഈ നിയമനിർമ്മാണം. കൂടാതെ UK, ഡെൻമാർക്ക്, ഗ്രീസ്, മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സമാനമായ പ്രായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയോ ചെയ്യുന്നുമുണ്ട്. ഇതിപ്പോൾ സർവേ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ എന്തിനായിരുന്നു നിരോധനം എന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്നത്. മാത്രമല്ല, നിയമങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്താൻ കഴിയുമോ എന്നതും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ഏതായാലും അതത്ര എളുപ്പമായിരിക്കില്ല എന്നതാണ് ഓസ്ട്രേലിയ ലോകത്തിന് നൽകുന്ന പാഠം.